നിങ്ങളുടെ കുടലിലെ ചീത്ത ബാക്ടീരിയകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിപ്പിച്ച് അതുകൊണ്ട് തന്നെ താരനും മുടികൊഴിച്ചിലും അതോടൊപ്പം തന്നെ ദഹന പ്രശ്നങ്ങളും വിട്ടുമാറാത്ത ഗ്യാസിന്റെ പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ തലവേദന, ചെന്നിക്കുത്ത്, മൈഗ്രെയിൻ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കുന്ന ഈ ചീത്ത ബാക്ടീരിയകളുടെ കുടലിലെ ചീത്ത ബാക്ടീരിയകളുടെ എണ്ണം വളരെ വർദ്ധിപ്പിക്കുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ വേസ്റ്റ് പ്രോഡക്റ്റ് ഒക്കെ നമ്മുടെ മലത്തിലൂടെ ശരീരം ദിവസേന ക്ലിയർ ചെയ്ത് പോകാറുണ്ട്. പക്ഷേ മലബന്ധമുള്ളവരിൽ മലബന്ധം ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കഴിച്ചാലോ ഇതുപോലെ ചീത്ത മലം നമ്മുടെ ശരീരത്തിൽ അഥവാ വൻകുടൽ അല്ലെങ്കിൽ ചെറുകുടൽ ഇതുപോലെ കിട്ടിക്കിടന്നിട്ട് ചീത്ത ബാക്ടീരിയകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുകയും നല്ല ബാക്ടീരിയകളുടെ എണ്ണം വളരെ കുറയുകയും അതുകൊണ്ട് തന്നെ ഇതുപോലെ വിട്ടുമാറാത്ത ദഹന പ്രശ്നങ്ങളും താരനും മുടികൊഴിച്ചിലൊക്കെ നമുക്കുണ്ടാകാം. അതുകൊണ്ട് തന്നെ പ്രധാനമായിട്ടും നമ്മൾ ഒഴിവാക്കേണ്ടത് മലബന്ധം ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളാണ്. അതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് മൈദ അടങ്ങിയ ഭക്ഷണങ്ങളാണ്. നമുക്കറിയാം ബ്രെഡ്, ബണ്ണ്, പൊറോട്ട, ബിസ്ക്കറ്റ് അല്ലെങ്കിൽ മാഗി അങ്ങനെയുള്ള മൈദ അടങ്ങിയ ഭക്ഷണങ്ങൾ, ബേക്കറി പലഹാരങ്ങൾ ഇതൊക്കെ പൂർണ്ണമായിട്ട് നമ്മൾ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വളരെ മധുരമടങ്ങിയ ഭക്ഷണങ്ങൾ കഴിച്ചാലും ഇതുപോലെ തന്നെ ക്രമാതീതമായി നമ്മുടെ വൻകുടലിലെ ചെറുകുടലിലൊക്കെ ഉള്ള ചീത്ത ബാക്ടീരിയകളുടെ എണ്ണം വളരെ ക്രമാതീതമായിട്ട് വർദ്ധിക്കും. അതുകൊണ്ട് തന്നെ മധുരമടങ്ങിയ ഭക്ഷണങ്ങൾ ഒരു പരിധി വിട്ട് കഴിക്കുന്നത് ഒഴിവാക്കുക. മൂന്നാമതായിട്ടുള്ളത് ആൽക്കഹോൾ ആണ്. പഠനങ്ങൾ പറയുന്നത് നമ്മുടെ വൻകുടലിലും ചെറുകുടലിലുള്ള നല്ല ബാക്ടീരിയകളെ നശിപ്പിച്ച് കളയുന്നതാണ് ഈ ആൽക്കഹോൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മദ്യപാനം എന്നൊരു ദുശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ദഹന പ്രശ്നങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ ആ ശീലം പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുക. നാലാമതായിട്ട് പയറ്, കിഴങ്ങ് വർഗ്ഗങ്ങളാണ്. പയറ്, കിഴങ്ങ് വർഗ്ഗങ്ങൾ കഴിക്കുമ്പോൾ നമുക്കറിയാം നമുക്ക് പലപ്പോഴും മലബന്ധവും ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടാവും. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അതിൽ സ്റ്റാർച്ച് അമിതമായിട്ട് അടങ്ങിയിരിക്കുന്നതുകൊണ്ടാണ്. ഒരു പരിധി വിട്ട് ഇതുപോലെ അമിതമായിട്ട് സ്റ്റാർച്ച് അടങ്ങിയ ഫുഡുകൾ കഴിച്ചാലും നമുക്ക് ഇതുപോലെ കുടലിലെ ചീത്ത ബാക്ടീരിയകളുടെ എണ്ണം വളരെ ക്രമാതീതമായി വർദ്ധിച്ച് മലബന്ധം ഉണ്ടാകുകയും അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഭവിഷ്യത്തുകൾ നമുക്കുണ്ടായേക്കാം.